കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ നമുക്ക് ഗുരുവായൂരപ്പനെ കാണാൻ പോകണ്ടേ? ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഇന്നിപ്പോൾ ഭഗവാൻ ഏത് രൂപത്തിലാണ് ഭക്തരെ കാണാനായിട്ട് കാത്തിരിക്കണമെന്ന് അറിയില്ല. നമുക്ക് പോയി നോക്കാം. ആദ്യം തന്നെ കിഴക്കേ നടയിൽ വന്നിട്ട് മഞ്ജുളാലിനെ ഒന്ന് പ്രദർശനം ചെയ്യാം. അങ്ങനെ ആ വെങ്കല ഗരുഡ ശില്പവും കുചേലൻ്റെ ശില്പമൊക്കെ കാണാം. അതൊക്കെ കണ്ട് അങ്ങനെ എല്ലാവരും ഭക്തന്മാരല്ലേ, ഗുരുവായൂരപ്പൻ്റെ ഭക്തന്മാരെയൊക്കെ കണ്ടിട്ട് ഇങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം വേറെ തന്നെയാണ്. അങ്ങനെ വന്ന് നമ്മൾ അത്തിമര ഗണപതി ക്ഷേത്രത്തിൽ വന്ന് ഗണേശനെ കണ്ട് തൊഴാം. അത് 4 ഭാഗത്തു നിന്നും നോക്കി സുഖമായിട്ട് തൊഴാം. അങ്ങനെ നോക്കി വരുമ്പോൾ വരുന്ന വഴിയിലേക്ക് നോക്കിയാൽ ആനന്ദശയനം കൂടി കണ്ട് തൊഴുതാം. അത് പൂർത്തിയായി. അങ്ങനെ നമ്മൾ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് വരിക. അങ്ങനെ അകത്തേക്ക് വരുമ്പോൾ കൊടിമരവും അതേപോലെ വലിയ ബലിക്കല്ലും ഗജരാജൻ്റെ 2 കൊമ്പുകളും നടുക്കുള്ള ലക്ഷ്മി ദേവീനെയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ വാതിൽപ്പടി കയറുകയാണ്. വാതിലിൻ്റെ പടി അങ്ങോട്ട് കയറുമ്പോൾ ഇടത് വശത്തെ മേൽപ്പത്തൂരിൻ്റെ പീഠവും കെടാവിളക്ക് കാണാം. വലത് വശത്തെ ആദ്യത്തെ തൂണ് നോക്കിയിട്ട് നരസിംഹാവതാരം കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ ആ തൂണ് നോക്കിയിട്ട് തൊഴുത് നമ്മൾ നേരെ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുകയാണ്. ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ അതിമനോഹരമായ ആ ഒരു കാഴ്ചയാണ് കേട്ടോ. അമ്പാടിയിലെ ഓരോ കാഴ്ചകൾ കാണാനല്ലേ. നോക്കുമ്പോൾ ഒന്ന് കാണുന്നത് ആദ്യം തന്നെ ഒരു ഗോപനെ കാണാനുണ്ട്, ഒരു ഉണ്ണി. ആ ഉണ്ണി ഇങ്ങനെ ആനയെ പോലെ നിൽക്കുക. ഒരു ഇടത്തെ കൈ കുത്തിയിട്ടുണ്ട്, വലത്തെ കയ്യിൽ വെണ്ണുരുള കൊടുത്തിട്ടുണ്ട്, വെണ്ണുരുള കഴിക്കാൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആ ഉണ്ണീനെ എങ്ങനെ കാണാൻ, അത് ആ പാളത്താറൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ഗോപകുമാരൻ. ആ ഗോപകുമാരൻ്റെ മുകളിലേക്ക് നോക്കിയാലോ, അപ്പം ഉണ്ട് പുറത്തിങ്ങനെ ചവിട്ടി നിൽക്കണു. ആ 2 കാലുകൊണ്ടും കൂടി ചവിട്ടിയിട്ട് അപ്പോൾ ഉണ്ണിയുടെ കാൽപാദങ്ങൾ കാണാണ്ട്, കാൽത്തളകൾ കാണാണ്ട്. അതും ഗോപന്മാരുടെ പോലെ തന്നെ ആ പാളത്താറൊക്കെ ഉടുപ്പിച്ചിട്ടാണ്. അങ്ങനെ നോക്കിയിട്ട് ഒരു കാല്, ഇടത്തെ കാല് നന്നായിട്ട് അമർത്തി ചവിട്ടിയിട്ടുണ്ട്. പിന്നെ ഒന്നിങ്ങനെ തിരിഞ്ഞ് നിൽക്കുക. കാരണം എന്താ വെച്ചാൽ മുകളിലേക്ക് ഇങ്ങനെ നോക്കി വരുമ്പോൾ അരയിലെ അരമണി കിങ്ങിണിയൊക്കെ അണിഞ്ഞിട്ടുണ്ട്. അതൊക്കെ സന്തോഷമായിട്ട് കാണാനുണ്ട്. പിന്നെ നോക്കുമ്പോൾ ഇടത്തെ കയ്യിൽ പൊന്നോടക്കുഴൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മുകളിലേക്ക് നോക്കിയാൽ ആ പൊന്നോടക്കുഴലും ഒരു ഉറിയുണ്ട്. ആ ഉറിയുടെ മുകളിൽ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ, വെണ്ണ വെച്ച ഉറിയാണ്, വെണ്ണക്കലാണ്. ആ വെണ്ണക്കലത്തു നിന്ന് ഇങ്ങനെ തിരിഞ്ഞിട്ട്, അതാണ് തിരിഞ്ഞിട്ട് നിൽക്കുന്ന ആ ഒരു കാഴ്ചയാണ്. ആ ഗോപൻ്റെ പുറത്തിങ്ങനെ ചവിട്ടിയിട്ട് തിരിഞ്ഞ് നിന്ന് ആ വെണ്ണ എടുക്കുക. വെണ്ണ എടുത്തിട്ട് ആദ്യം ആ താഴത്ത് തന്നെ സഹായിക്കുന്ന ആ ഗോപന് ആദ്യം കൊടുത്തു വെണ്ണ. കഴിച്ചോ, നീ കഴിച്ചോ, ഞാൻ ഇനി എടുത്തു തരാം കേട്ടോ എന്ന് പറഞ്ഞിട്ടേ ആദ്യം. അല്ലെങ്കിൽ എന്താ ഉണ്ണി മാത്രം കഴിക്കണേ, എനിക്ക് തരാത്ത എന്താണെന്ന് ചോദിക്കില്ലേ. അപ്പോൾ അതിന് ആ ഉണ്ണി അങ്ങോട്ട് കൊടുത്തു. എന്താ വെച്ചാൽ ആദ്യത്തെ വെണ്ണ തന്നെ നിനക്ക് തരാട്ടോ എന്ന് പറഞ്ഞിട്ടാണ് കയറിയണ്ണേ. അവരൊരു അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ പറഞ്ഞിട്ടാണ് കയറിയണ്ണ. അതാണ് ഇപ്പോൾ ആ ഒരു കാഴ്ച. അങ്ങനെ അവിടുന്ന് ആ വെണ്ണ അങ്ങനെ എടുത്ത് ഒരു ഉരുള ആ ഗോപകുമാരന് കൊടുത്തു, ഒരു ഉരുള താനും കയ്യിൽ വെച്ചിട്ടുണ്ട്. താൻ കഴിക്കണില്ല, ഗോപകുമാരൻ കഴിക്കുന്നുണ്ട്. അങ്ങനെ ഉള്ള ഒരു കാഴ്ച. എന്തൊരു ചിരിയാണെന്നറിയോ, കള്ളത്തരം കാണിക്കല്ലേ, അപ്പോൾ പിന്നെ ചിരിക്കാതിരിക്കില്ല. ആ ഒരു കുസൃതി നിറഞ്ഞൊരു കള്ളത്തരത്തിൻ്റെ ചിരിയാണ്. അങ്ങനെ നോക്കുമ്പോൾ കിരീടം കളഭം കൊണ്ട് ചാർത്തിയിട്ടുണ്ട്, 3 പീലി കളഭം കൊണ്ട് ചാർത്തിയിട്ടുണ്ട്. മാറത്ത് ഒരു മാങ്ങാമാല കാണാണ്ട്, അതേപോലെ ഒരു വളയം പോലത്തെ മാല കാണാണ്ട്, ഒരു ഗോപീതിലകം വെച്ചിട്ടുണ്ട്. കാതിൽ 2 ഗോപീതിലകങ്ങൾ വെച്ചിട്ടുണ്ട് ചെവിപ്പൂക്കൾക്ക് പകരം. അതേപോലെ തിരുനെറ്റിയിലൊരു ഗോപീതിലകം. ആകെ അങ്ങോട്ട് തിളങ്ങ ശ്രീലകം മൊത്തം. അങ്ങനെ നോക്കി വരുമ്പോൾ ആ പീലിയുടെയും ഒക്കെ ഇങ്ങനെ തിളക്കം. 2 തിരുമുടിമാലകൾ, 2 തിരുമുടി എന്ന് പറഞ്ഞാൽ തെച്ചിയും തുളസിയും വെളുത്ത പൂവും തന്നെ. പിന്നെ ഉണ്ടമാലയും 2 ഉണ്ടമാലയിൽ എന്താ വെച്ചാൽ വെറും വെളുത്ത പൂ മാത്രം. അങ്ങനെ 2. അപ്പോൾ നല്ല വേറിട്ട് ഇങ്ങനെ കാണാണ്ട് ആ സ്വർണത്തിൻ്റെയും കളഭത്തിൻ്റെയും തിളക്കും ആ വെളുത്ത പൂവിൻ്റെ തിളക്കും വളരെ രസമായിട്ട്, അതിങ്ങനെ അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ച കേട്ടോ. ആ ഉറിയിൽ നിന്നിങ്ങനെ ആ വെണ്ണ എടുക്കുന്ന ഉണ്ണിയുടെ ആ ഒരു എന്താ മനസ്സിലിങ്ങനെ സങ്കല്പിച്ച് നോക്കൂ, എന്താ ആനന്ദമാണെന്നറിയോ. അങ്ങനെ അപ്പോൾ നമ്മൾ ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് സോപാനപ്പടിയിൽ നിന്ന് തൊഴുകയാണെന്ന് അങ്ങനെ മനസ്സുകൊണ്ട് വിചാരിച്ച് ഇങ്ങനെ സങ്കല്പിക്കുക ആ ഉണ്ണീനെ. അപ്പോൾ നമ്മുടെ മനസ്സിലും ആ ഉണ്ണി വന്ന് ഓടിക്കളിക്കും, ആ വെണ്ണക്കണ്ണൻ. ആ അനുഗ്രഹം നമ്മളിലേക്ക് എത്തും. അങ്ങനെ കണ്ട് തൊഴുക. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അഗ്നികോണിലുള്ള ബലിക്കല്ലും അതേപോലെ ഭഗവാന്റെ തിടപ്പള്ളിയും
ആലിലക്കണ്ണനെയൊക്കെ കണ്ട് തൊഴുത് സപ്തമാതാക്കളെ കണ്ട് തൊഴാം. അവിടെ വന്ന് പ്രാർത്ഥിച്ച് പിന്നീട് അങ്ങനെ ഗണേശൻ്റെ അടുത്തേക്ക് വരിക. ഗണേശൻ്റെ അടുത്ത് വരുമ്പോൾ കിരീടം വെച്ചിട്ടുണ്ട്, കൊമ്പ് തുമ്പിക്കൈയൊക്കെ നന്നായിട്ട് ചന്ദനം കൊണ്ട് ചാർത്തിയിട്ടുണ്ട്. ധാരാളം മാലകളുണ്ട്, നെക്ലസ് മാലയൊക്കെ ചാർത്തിയിട്ടുണ്ട്, കാതിൽ കടുക്കൻ ഇട്ടിട്ടുണ്ട്, അതേപോലെ പാവുണ്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറിയിക്ക് നോക്കുക. സരസ്വതി ദേവീനെ പ്രാർത്ഥിക്കാം. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ കണ്ട് തൊഴുത് അവിടുന്ന് വരുമ്പോൾ ആ കോർണറിലെത്തിയാൽ ചെറിയ ഗണേശനെ കണ്ട് തൊഴാം. പിന്നെ മത്സ്യകൂർമ്മ, വരാഹ, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴുത് അവിടുന്ന് അങ്ങനെ വന്ന് മേൽശാന്തിന് അവിടുന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. പിന്നീട് വാമനരൂപവും ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപമൊക്കെ കണ്ടു തൊഴാം. അനന്തപത്മനാഭനെ കാണാം. അവിടെ അങ്ങനെ അനന്തശായി ആയി കിടക്കുന്ന അനന്തപത്മനാഭനെ കാണുമ്പോൾ അവിടെയും ധാരാളം താമരമാലകളുണ്ട്. വെളുത്ത താമരമാല ഉണ്ട്, ചുവന്ന പൂക്കളുണ്ട്, തെച്ചിപ്പൂക്കൾ, തുളസിപ്പൂക്കളുണ്ട്. അത് കഴിഞ്ഞ് ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിൻ്റെ ആ ഒരു ഇതും കൂടി കണ്ട് നേരെ നമ്മൾ ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിച്ച് അങ്ങനെ മുകളിലേക്ക് നോക്കിയാൽ ഉഗ്രരൂപിയായ നരസിംഹസ്വാമിയെ കണ്ട് തൊഴാം. പിന്നെ ആ ഭീഷ്മരെയൊക്കെ അങ്ങനെ കണ്ട് ഇങ്ങനെ വന്ന് പിന്നെ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങൾ ശ്രീരാമചന്ദ്രൻ, ബലരാമൻ, ഭാർഗവരാമൻ, ശ്രീകൃഷ്ണനെയൊക്കെ കണ്ട് തൊഴാം. പിന്നെ മുരുകനെയും കണ്ട് തൊഴുത് ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരിക. ഹനുമാൻ സ്വാമിയുടെ അടുത്തുനിന്ന് ധാരാളം മാലകളാട്ടോ. വെറ്റിലമാല ഉണ്ട്, തുളസിമാല ഉണ്ട്, തെച്ചിമാല ഉണ്ട്, ലിഖിതമാല ഉണ്ട്, പിന്നെ ധാരാളം കുങ്കുമുണ്ട്. എല്ലാം കൊണ്ടും നിറച്ചുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അത് കഴിഞ്ഞാൽ രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദന രൂപവും എണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴുത് ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. അത് കഴിഞ്ഞ് തൊട്ടടുത്തുള്ള താമരക്കണ്ണനെ കണ്ട് തൊഴാം. പിന്നീട് മണിക്കിണറും ഭഗവാന്റെ നൃത്താറയും ആ കിടാവിളക്കൊക്കെ കണ്ട് തൊഴുത് കൊടിമരമൊക്കെ കണ്ട് തൊഴുത് നമ്മുടെ അടുത്ത അറയിലേക്ക് എത്തുമ്പോൾ കുറൂരമ്മി, നാരദരി, മേൽപ്പത്തൂരിനെയും വസുദേവരെയൊക്കെ കണ്ട് തൊഴുത് അങ്ങനെ വടക്കേ നടയിൽ കൂടെ പുറത്ത് വന്ന് പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ നിന്ന് ചന്ദനം തീർത്തും വാങ്ങി എടത്തരികത്തുകാവിൽ ഭഗവതിയെ കാണാനായിട്ട് പോവാം. അങ്ങനെ നമ്മുടെ അടുത്ത് ഇന്നലെ വൈകുന്നേരം വരെയും തിരക്ക് തന്നെയായിരുന്നു. ഇന്നലെ രാത്രി 10 മണിയൊക്കെ ആയി ദർശനം തന്നെ കഴിഞ്ഞപ്പോൾ. പിന്നെ അതിന് ശേഷമാണ് ശീവേലിയൊക്കെ. ചില ദിവസങ്ങൾ നല്ല തിരക്കാണ്. അങ്ങനെ നമ്മുടെ അടുത്തെത്തി വരുമ്പോൾ അവിടെ ഗോളക തന്നെയാണ്. അതേപോലെ ചുവന്ന പട്ട് ഉണ്ട്. ചുവന്ന പട്ട് തന്നെ പുറകുവശത്തുമുണ്ട്. ധാരാളം പൂക്കളുണ്ട്. അമ്മയെ പ്രാർത്ഥിക്കാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അമ്മയെ കണ്ട് തൊഴുത് അവിടുന്ന് വരുമ്പോൾ കോർണറിലെത്തിയാൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കി തിരിഞ്ഞു നിന്ന് മമ്മിയൂർ പോകുന്ന പോലെ സങ്കല്പിച്ച് മമ്മിയൂരപ്പനെ മനസ്സിൽ വെച്ച് നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. അപ്പോൾ നമ്മൾ മമ്മിയൂർ പോയിട്ടുള്ള ആ ദർശനം കിട്ടിയ ആ ഒരു പ്രതീതിയാവും. പിന്നീട് നമ്മൾ വീണ്ടും കൊടിമരത്തിൻ്റെ അവിടെ വന്നിട്ട് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ കുസൃതി കണ്ണനെ കണ്ട് തൊഴുത് നമസ്കരിക്കാം. പിന്നീട് അങ്ങനെ കൂത്തമ്പലത്തിൽ വന്നാൽ അവിടെയും കിടാവിളക്ക് കാണാം. അവിടെയും കണ്ട് തൊഴുത് നമസ്കരിക്കാം. പിന്നീട് അയ്യപ്പസ്വാമിയുടെ അടുത്ത് വരിക. അയ്യപ്പസ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ അവിടുന്ന് വന്ന് പടിഞ്ഞാറ നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെയും കൊടിമരത്തിൻ്റെ ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് പടിഞ്ഞാറ നടയിൽ കൂടെ പുറത്ത് വന്ന് രുദ്രതീർത്ഥ കുളത്തെ പ്രദക്ഷിണം ചെയ്യുക. പ്രദക്ഷിണം ചെയ്യുമ്പോൾ നടുക്കുള്ള കാളിയമർദ്ദന രൂപിയെ കണ്ട് തൊഴാം. പിന്നീട് നമ്മൾ അവിടുന്ന് ഇങ്ങനെ നേരെ വന്ന് പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന ഉണ്ണിക്കണ്ണൻ്റെ വിഗ്രഹം കണ്ട് തൊഴുത് ഭഗവതി നടയിലും കിഴക്കേ നടയിലും വന്ന് തൊഴാം. പിന്നെ തെക്കേ നടയിലേക്ക് വന്ന് കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യുക. പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവനും പാർവതീ ദേവീനെയും മനസ്സിൽ വിചാരിക്കുക.
അപ്പോൾ നമ്മൾ ഇന്നത്തെ ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം. അതുപോലെ നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങളൊക്കെ ഗുരുവായൂരപ്പൻ നടത്തി കൊടുക്കട്ടെ എന്നുകൂടി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഹരേ കൃഷ്ണ.